എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോണത് 2024 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിന്റെ GK പാർട്ടും സയൻസ് പാർട്ടുമാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. മൗലികാവകാശങ്ങൾ 6 എണ്ണമുണ്ട്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഇതില് ശരിയായ പ്രസ്താവന, അതായത് 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ് എന്നുള്ളതും മൗലികാവകാശങ്ങൾ 6 എണ്ണമുണ്ട് എന്നുള്ളതും ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് എന്നുള്ളതുമാണ് ശരിയായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ്? ആൻസർ സി ആണ്, ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ആൻസർ ഡി, 1949 നവംബർ 26-ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? ആൻസർ ബി, മഹാത്മാഗാന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏതു വർഷം? ആൻസർ സി, 1951. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണി ആയിരുന്നു. ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹാദൂർ ഷാ രണ്ടാമൻ ആണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. ആൻസർ ബി ആണ്, ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണി അല്ല, മംഗൾ പാണ്ഡെ ആണ്. അപ്പൊ അതാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ ആണ്, ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാരേ ജഹാം സേ അച്ഛാ എന്ന ഗാനം രചിച്ചത് ആരാണ്? ആൻസർ ബി, മുഹമ്മദ് ഇക്ബാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. മഹാത്മാ എന്നത് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ശരിയല്ലാത്തതാണ് ചോദിക്കുന്നത്. ആൻസർ സി ആണ്, ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്ന് പയ്യന്നൂർ സത്യാഗ്രഹവുമായിട്ടാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരെ? ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരെ? രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് തിരഞ്ഞെടുക്കുക. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര. അശോക ചക്രത്തിൽ 21 ആരക്കാലുകളുണ്ട്. 1947-ലാണ് ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത്. ആൻസർ സി ആണ്, 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര എന്നുള്ളതും പിന്നെന്താണ് 1947 ആണ് ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത് എന്നും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുണ്ടറ വിളംബരം നടന്നത് എന്ന്? ആൻസർ എ ആണ്, 1809 ജനുവരി 11. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മലബാർ കലാപം നടന്നത് 1921-ലാണ്. മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ആണ്. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. ആൻസർ ഡി ആണ്, 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. മലബാർ കലാപം നടന്നത് 1921-ലും മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതും.
പ്രൈമറി വിഭാഗം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ആൻസർ സി, ഗൗരി പാർവതി ഭായ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ആൻസർ എ, ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഴശ്ശിരാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന്? ആൻസർ ബി, 1805 നവംബർ 30. ക്വസ്റ്റ്യൻ, മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യമേത്? ആൻസർ എ, സ്വിറ്റ്സർലാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? ആൻസർ ബി, 94%. സാമ്പത്തികാസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യമേത്? ആൻസർ സി, സോവിയറ്റ് യൂണിയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബക്രാനങ്കൽ ഡാം ഏതു നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ആൻസർ ബി, സത്ലജ് നദി. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ആൻസർ എ, ഹോമി ജഹാംഗീർ ബാബ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ സി, ന്യൂഡൽഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? ആൻസർ ഡി, ജോൺ മത്തായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ആൻസർ എ, ഡിസംബർ 14. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2023 ആഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ആഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. ആൻസർ എ ആണ്, എല്ലാം ശരിയാണ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം. ഇടനാടിന്റെ ഭൂരിഭാഗം വനങ്ങളാണ്. ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. ശരിയല്ലാത്തതാണ് കണ്ടെത്താൻ പറഞ്ഞേക്കണേ. അപ്പോൾ 2ഉം 3ഉം ആണ് ശരിയല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ആൻസർ ബി ആണ്, വാഴച്ചാല്. പത്തനംതിട്ടയല്ല, തൃശ്ശൂരാണ് വാഴച്ചാല്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. ആൻസർ ഡി ആണ്, എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് വന്യജീവി സങ്കേതം ആറളം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാട്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം പെരിയാർ. ആൻസർ എ ആണ്, 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം. പിന്നെ എന്താണ്, സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലന്റ് വാലി. കേരളത്തിൽ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളം.
ആൻസർ സി ആണ്. 2ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം എന്നുള്ളതും വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ ഇരവികുളത്തല്ല കാണപ്പെടുന്നത്. അപ്പൊ അത് 2ഉം ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. കബനി, പാമ്പാർ, പമ്പ, പെരിയാർ. ആൻസർ എ ആണ്. 1ഉം 2ഉം കബനിയും പാമ്പാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നതിൽ ഏത്? ആൻസർ ഡി ആണ്. പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാ ക്രമത്തിൽ ജില്ലാ തലത്തിൽ സമർപ്പിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ആൻസർ എ ശാസ്താംകോട്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏത്? ആൻസർ സി കോട്ടയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ആൻസർ സി പത്തനംതിട്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ താരതമ്യേന വീതി കുറവ്, കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ആൻസർ ഡി ആണ്. 2ഉം 3ഉം ആണ് ശരിയല്ലാത്തത്, തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിമാലയ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, അപരദന തീവ്രത കൂടുതൽ, അപരദന തീവ്രത കുറവ്, താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. ആൻസർ ബി ആണ്. 3ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. നെവാഷേവ, കാണ്ട്ല, ഹാൽഡിയ, വിശാഖപട്ടണം. ആൻസർ എ ആണ്. നെവാഷേവ എന്നുള്ളതും കാണ്ട്ല എന്നുള്ളതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ കണ്ടെത്തുക. കാരക്കോറം, ഹിമാചൽ, സസ്കർ, സിവാലിക്. ആൻസർ ബി ആണ്. കാരക്കോറവും പിന്നെ സസ്കറും, ട്രാൻസ് ഹിമാലയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? ആൻസർ സി കാവേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക. ഇന്ത്യ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, പാകിസ്ഥാൻ. ആൻസർ ഡി ആണ്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി. ആൻസർ എ ശ്രീകുമാരൻ തമ്പി. 18 ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആര്? ആൻസർ സി രാഹുൽ ഗാന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമേത്? ആൻസർ ബി ബ്രസീൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? കാർഷിക മേഖല, ആരോഗ്യ മേഖല, വ്യാവസായിക മേഖല, ആരോഗ്യ മേഖല, കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. ആൻസർ ഡി ആണ്. അതായത് കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. കത്തി, കരി, താടി, താടി മിനുക്ക്, പച്ച മിനുക്ക്. ആൻസർ സി ആണ്. കത്തി, കരി, താടി, പച്ച മിനുക്ക് എന്നിവയാണ് ഏതിലെ കഥകളിയിലെ വേഷങ്ങള്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കഥകളിക്കാരുടെ എണ്ണം 11 ആയി നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളികളിലാണ്? ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ, വോളിബോൾ, ഫുട്ബോൾ.
ആൻസർ ബി ആണ്. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ ഇവരിലെല്ലാം 11 കളിക്കാരാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ബി ആണ്. രാത്രിമഴ സുഗതകുമാരിയുടെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ്? ഹിലാരി ക്ലിന്റൺ, ബരാക് ഒബാമ, ജോ ബൈഡൻ, ഡൊണാൾഡ് ട്രംപ്, ഹിലാരി ക്ലിന്റൺ. ആൻസർ സി ആണ്. ഹിലാരി ക്ലിന്റൺ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? ആൻസർ എ 75 രൂപ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ സി സംവിധാൻ സദൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ആൻസർ ബി ഇസ്രായേൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ആൻസർ സി ആൻ ഫ്രാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ സി പുല്ല്. ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? ആൻസർ ബി തെങ്ങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമേത്? കരൾ. വായ്പുണ്ണ് ഏത് ജീവകത്തിന്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നതാണ്? ആൻസർ ബി ജീവകം ബി. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏവ? വന്യജീവി സങ്കേതം നീലഗിരി, ദേശീയ പാർക്ക് സൈലന്റ് വാലി, കമ്മ്യൂണിറ്റി റിസർവ് അഗസ്ത്യാർകൂടം, ബയോസ്ഫിയർ റിസർവ് കടലുണ്ടി. ആൻസർ ബി ആണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്, ദേശീയ പാർക്ക് സൈലന്റ് വാലി എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ആൻസർ ബി ശാസ്ത്രജ്ഞർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ്? ആൻസർ എ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. താഴെ പറയുന്നവയിൽ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ ഏവ? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു, pH മൂല്യം 7-ൽ കൂടുതലാണ്, pH മൂല്യം 7-ൽ കുറവാണ്. ആൻസർ ഡി ആണ്. 1ഉം 4ഉം നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു എന്നുള്ളതും പിന്നെ എന്താണ് pH മൂല്യം 7-ൽ കുറവാണ് എന്നുള്ളതുമാണ് ആസിഡിന്റെ സ്വഭാവം. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര? ആൻസർ സി 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത്? ആൻസർ ബി ആസാം. ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം? ആട്ടുകട്ടിലിന്റെ ചലനം, ഫാനിന്റെ ദളങ്ങളുടെ ചലനം, ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം, സൈക്കിളിന്റെ ചക്രങ്ങളുടെ ചലനം. പെടാത്തവയാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ്? അതായത് ഫാനിന്റെ ദളങ്ങളുടെ ചലനം ദോലന അല്ല അല്ലെ? ദോലനം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ആടണത്, അതാണ് ദോലനം എന്ന് പറയുന്നത്. അപ്പോൾ ആട്ടുകട്ടിലിന്റെ ചലനം ദോലനമാണ്, ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനവും ദോലനമാണ്. പക്ഷെ സൈക്കിളിന്റെ ചക്രങ്ങളുടെ ചലനം ദോലനമല്ല, പൂർണ്ണമായി ഒരു സൈക്കിൾ വരില്ലേ? അപ്പൊ അത് കാരണം ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്, ദോലന ചലനത്തിൽ പെടാത്തവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരെ? ആൻസർ എ ഹെൻറി കാവൻഡിഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആരെ?
ആൻസർ ഡി യൂജിൻ സെർനാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക ജലദിനം എന്നാണ്? മാർച്ച് 22. ജലദോഷമുണ്ടാക്കുന്ന രോഗകാരിയാണ്? ആൻസർ എ വൈറസ്. ഏത് ഇനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്? ആൻസർ എ ഏഡിസ്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത്? ആൻസർ ബി HIV. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്ര? ആൻസർ സി ആണ് 120/80 മില്ലിമീറ്റർ മെർക്കുറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര ഗ്രന്ഥികൾ കാണപ്പെടുന്നു? ആൻസർ ബി 206. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകമാണ്? ആൻസർ ഡി ഇനാമൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം 1 മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും? ആൻസർ എ 72. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ്? ആൻസർ സി ബ്രോങ്കൈറ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തതേത്? ആൻസർ ഡി ടൈഫോയിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേരെന്ത്? മൃതസഞ്ജീവനി. ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയെയാണ്? ആൻസർ എ വരയാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ്? ആൻസർ ബി ഹോർട്ടിക്കൾച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങളാണ്? ആൻസർ ഡി നെല്ല്. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ച് നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കുവാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ്? ആൻസർ സി കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ മാത്സ് പാർട്ട് ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലിൽ വർക്ക്ഡ് ഔട്ട് ആണ്. അപ്പൊ അത് നിങ്ങൾ കണ്ടുപഠിക്കണം. അപ്പൊ വീണ്ടും ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.